Krishna's color key. Let's talk, let's chat, and let's enjoy. നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടാവാം അല്ലേ ടോക്കും അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു എപ്പിസോഡ് 28 ഹൂ ഈസ് എ ലീഡർ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദ ബെസ്റ്റ് ലീഡർ ഓഫ് ദ വേൾഡ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കും അങ്ങനെ തന്നെയാണ് ചിന്ത. അപ്പോൾ നമ്മുടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അരുൺ ശശിധരനാണ്. അരുൺ വന്ന് ദുബായിലാണ്. അരുൺ ലൂലുവിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. ഓക്കെ. കൂടെ ഡോക്ടർ ബിജുവും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് അരുണിന് കൊടുക്കാം. പക്ഷെ പുതുതായിട്ട് വരുന്നവർക്ക് നമുക്കൊരു പ്രോത്സാഹനം കൊടുക്കണം ഇല്ലേ? അപ്പോൾ 27th അവാർഡാണ്. എത്രാമത്തെ അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നാണ് ചോദിച്ചത് ഞാൻ അന്ന് എപ്പിസോഡ് 28 അദ്ദേഹത്തിന് കിട്ടുന്നത് 27th അവാർഡ് നമീബിയയുടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഡിസംബറിൽ പിന്നെയും 2 അവാർഡ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 28th അവാർഡ് തന്നെ എത്യോപ്യയുടെയാണ്, പിന്നെ 29th അവാർഡ് ഒമാൻ്റെ ആണ്. രണ്ടും ഡിസംബറിലാണ് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എടുത്തു വേണമെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ബയോഗ്രഫി എടുത്ത് നോക്കുക, ആൾക്ക് എത്ര അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹം ഭരിച്ചതിൽ ആ പുള്ളിക്ക് 2 അവാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. അത് സൗദിയുടെയും ഒന്ന് ജപ്പാൻ്റെയും. അത് ചിലപ്പോൾ അറിയാതെ അവർ കൊടുത്തുപോയതായിരിക്കാം. കാര്യം പുള്ളിനെ ആക്ച്വലി മൻമോഹൻ സിംഗിനെ ഇപ്പം നമുക്ക് പിന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹത്തിനൊക്കെ ഒരു പ്രൈം മിനിസ്റ്ററാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും റബ്ബർ സ്റ്റാമ്പ് പോലെ ഫീൽ ചെയ്തിരുന്നത്. നമ്മളൊക്കെ അങ്ങനെ വിളിച്ച് കേട്ടിരുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് ആരുടെ ആയിരിക്കും എന്നുള്ളത് അറിയാം. പക്ഷെ നമുക്കൊരു പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പം അതിനൊരു നട്ടല് തന്നെ വേണം അല്ലേ? അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു എന്താ പറയുക, രക്തം തിളയ്ക്കണം നമുക്ക് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ജർമ്മനിയിലാണെന്ന് തോന്നുന്നു യാത്ര ചെയ്തിരുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മളെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ജർമ്മനി യൂറോപ്പ് മൊത്തം കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. വെർ ആർ യു ഫ്രം എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ എന്നാണ്. അപ്പം സോ വി ലൈക്ക് ടു ട്രാവൽ ടു ഇന്ത്യ ഓൾസോ, വി ഹാവ് എ പ്ലാൻ എന്ന് പറഞ്ഞു. അതിന് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് ഇത് ഞെട്ടലുണ്ടായത്. എനിക്ക് 2011-12 ആണ്, 2012 അപ്പോൾ എനിക്ക് അവരോട് പറയാനുണ്ട് ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരരുത് എന്നുള്ളത്. എങ്ങനെ പറയാം? അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, വെയിറ്റ് ഫോർ അനദർ 2 more years, എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യ കണ്ടാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ്. അപ്പോൾ ഒരു വായ് നോ, ആക്ച്വലി ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുണ്ടോ ഞങ്ങൾ ഫെസിലിറ്റീസൊക്കെ വളരെ കുറവാണ്. 2012 ഞാൻ പറയുകയാണ് കേട്ടോ. ആഫ്റ്റർ 1 year ഞങ്ങൾക്കൊരു പുതിയ ഗവൺമെൻറ് വരുന്നുണ്ട്, പുതിയൊരു പ്രധാനമന്ത്രി നമുക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ 2014 നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഞങ്ങളുടെ രാജ്യത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, ഓ ദെൻ വി വിൽ പ്ലാൻ ഫോർ ദാറ്റ് ടൈം എന്ന് പറഞ്ഞു പോയി. നിങ്ങൾക്ക് അറിയാമല്ലോ 2013 മുമ്പ് 2012 തന്നെ നമ്മൾ കേൾക്കുന്നത് കൂടുതലും ബോംബ് ബ്ലാസ്റ്റ്, പിന്നെ ഒരുപാട് റേപ്പ് കേസസ്, ഫോറിനേഴ്സിന് അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ വളരെ പുവർ എന്നുള്ളതാണ്. ആ പുവർ എന്നുള്ള കണ്ടീഷൻ എന്തിനാണ് അവരെ അറിയിക്കുന്നത്? ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവരല്ലേ. പിന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഇന്ത്യൻസാണ് അവിടെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇവർക്ക് ഇന്ത്യൻസ് ട്രാവൽ ചെയ്യുമ്പം വി ആർ റിച്ച് എന്നുള്ള ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ രാജ്യം കാണാനായിട്ട് വരാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് വന്നാൽ മതി എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് 2 വർഷം കഴിഞ്ഞ് വരാൻ? എങ്ങാനും അപ്പോൾ ആര് വരും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ശ്രീ നരേന്ദ്രമോദി ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പോൾ എന്തായാലും നമുക്ക് കുറേ രാജ്യത്തിന് കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക, നിനക്കെന്ത് ഇത്ര ഉറപ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട്? ഞാൻ പറഞ്ഞു യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം, അതെന്തായാലും അദ്ദേഹം വരത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ ആക്ച്വലി എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം, ഇങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബിഗ് ഫാനായി മാറി എന്നുള്ളതാണ്. കാരണം 2011 വരെ ഏകദേശം എൻ്റെ ധാരണയിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് എല്ലാവരും ധരിക്കുന്ന പോലെ ഞാനും മോശമായിട്ട് തന്നെയാണ് ധരിച്ചത്. മോശം എന്നല്ല, വളരെ പത്തറ്റിക്കായിട്ടാണ് ഞാനും ചിന്തിച്ചിരുന്നത്. കാരണം നമുക്ക് മറ്റുള്ളവർ പറയുന്നതും നമ്മൾ ന്യൂസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ അതാണല്ലോ. അപ്പം 2011 എൻ്റെ ബ്രദർ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഒരു പ്രാവശ്യം അവൻ അവിടെ നിന്ന് എന്നെ വിളിച്ചു സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മൾ വിചാരിക്കുന്ന ആളല്ല നരേന്ദ്രമോദി. ഞാൻ എന്ത് പറ്റി, നരേന്ദ്രമോദിക്ക് എന്ത് പറ്റി?
ആക്ച്വലി ഞാൻ ഇന്ന് ക്ലാസ്സിൽ വളരെ എനിക്ക് ഐ ഫെൽ സോ ഷെയിംഫുൾ. കാരണം ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നോട്, യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ, വൈ കാണ്ട് യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു തന്നാണ്. അപ്പം അവനോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ എനർജിയിലെ വേൾഡിലെ ബെസ്റ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്ന ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആക്ച്വലി എല്ലാവരും എൻ്റെ ബ്രദറും സസ്റ്റൈനബിൾ എനർജിയിൽ പഠിക്കാനായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനാണ് പോയിരിക്കുന്നത്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ചോദ്യം വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഹിഡുണ്ടോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും വേണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ പറഞ്ഞു, ഐ ഗിവ് യു ക്ലൂ, ഇറ്റ്സ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞപ്പം ആൾക്കങ്ങ് വല്ലാതെ, കാര്യം ഇന്ത്യയിൽ ഒരിക്കലും കേൾക്കാത്തൊരു സംഭവമാണ് ഈ കാര്യം. എന്നാൽ അവർക്കും വളരെ, പ്രൊഫസർക്കും ഭയങ്കരമായിട്ടൊരു ചെറിയ ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. എന്നിട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് നോ ഹരി, യു ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇൻ ദ ലൈബ്രറി ആൻഡ് കം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ഞാൻ അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ ലൈബ്രറിയിൽ പോകണം. ഈ ലൈബ്രറി മൊത്തം കാര്യം, അവിടുത്തെ ലൈബ്രറി ഏറ്റവും വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ നിന്ന് ഈ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ലൈബ്രറിയിൽ പോകണം. ഈ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ സസ്റ്റൈനബിൾ എനർജിയുടെ പ്രോജക്റ്റ് തപ്പിയെടുക്കണം. ഈശ്വര ആരാണോ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അവനെങ്ങനെ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ ചെന്നതിന് ശേഷം ഇതൊന്ന് അന്വേഷിക്കാൻ ചെന്ന അവൻ ആൾ ഞെട്ടുക. എന്നോട് പറഞ്ഞത് തന്നെ, നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ആക്ച്വലി പീപ്പിൾ ആർ നോട്ട് ഇൻഫോമിങ്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് തരുന്നില്ല. പുറത്ത് രാജ്യക്കാർക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രോജക്ട്സിനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ട്? അപ്പം അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ് ഇന്ത്യയിൽ. അപ്പം ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഗുജറാത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് സസ്റ്റൈനബിൾ എനർജിയെക്കുറിച്ച്. എങ്ങനെയാണ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നർമ്മദ റിവറിൽ നിന്ന് വെള്ളം 400 വില്ലേജസിൽ എത്തിച്ചു എന്നുള്ള ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് സക്സസ്ഫുള്ളായി അത് ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹമായിരുന്നു ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് കയറിയതിന് ശേഷം ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിലാണ് സസ്റ്റൈനബിൾ എനർജിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ പ്രോജക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ വായിക്കണം. ഞാനതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ടൈം ഞാൻ 8 to 9 മിനിറ്റ്സിനുള്ളിൽ ഒതുക്കാനാണ് ഇഷ്ടപ്പെടുന്ന സ്റ്റോക്ക്. അപ്പോൾ അത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുക, പഠിക്കുക, അറിയാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ്, ഇറ്റ് വാസ് എ ബിഗ് പ്രോജക്റ്റ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ബ്രദർ പറഞ്ഞതുകൊണ്ട് ഞാനും ഒന്ന് പഠിക്കാൻ നോക്കി. ഞാൻ ഒരുപാട് ഹിന്ദി ചാനൽസും ഇംഗ്ലീഷ് ചാനൽസും ഒക്കെ അതിൽ ന്യൂസ് വന്നതും മറ്റ് റൈറ്റപ്സും ഗുജറാത്തിനെ കുറിച്ചുള്ളതും ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പറയുന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്ന ഇറ്റ് വാസ് എ ബിഗ് സക്സസ്. ഇതുപോലെ ഒരാളും ഇപ്പം ഈ നർമ്മദ പ്രോജക്റ്റിന് എഗെൻസ്റ്റാണ് മറ്റുള്ളവർ അവിടെ ഒരു യൂണിയൻ പ്രവർത്തനവും. കാര്യം ആ പ്രോജക്റ്റിൽ നർമ്മദ റിവറിൻ്റെ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജിൽ വെള്ളം എത്തിക്കാൻ പറ്റും. കാര്യം ഗുജറാത്ത്, രാജസ്ഥാൻ പോലെ രാജ്യങ്ങളിൽ വെള്ളമില്ല പല സ്ഥലത്തും. അതുകൊണ്ട് വില്ലേജസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും അന്നവർക്ക് ആവശ്യമില്ല. ഈ സസ്റ്റൈനബിൾ എനർജിയുടെ കൂടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം എല്ലാ വില്ലേജിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ഇലക്ട്രിസിറ്റിയാണ് ഇന്ന് ഗുജറാത്ത് ഫുൾ യൂസ് ചെയ്യും. മാത്രമല്ല മധ്യപ്രദേശിനും രാജസ്ഥാനിനും ഒക്കെ റെൻറ്റിന് അവർ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. ഇന്നും തമിഴ്നാട്ടിലാണെങ്കിലും ഈവൻ കേരളത്തിനുൾപ്പെടെ ആവശ്യമുണ്ടെങ്കിൽ ഇത് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി മേടിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി കൂടുതൽ ഉൽപ്പാദനം ചെയ്യുന്നത് ഗുജറാത്ത്. അതുകൊണ്ടാണ് ഗുജറാത്ത് ഏറ്റവും ഫസ്റ്റായിട്ട് ഡെവലപ്ഡ് ആയിട്ട് വന്ന സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടന്നിട്ട് ഇന്ത്യയിൽ നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇന്നും നിങ്ങൾ ആരും കേട്ടിട്ട് പോലും കാണത്തില്ല. പക്ഷെ ഇതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദർ അവിടെ പോയതുപോലെ എന്നെ ഇൻഫോം ചെയ്യും. ഞങ്ങളെല്ലാവരും ഇത് പിന്നെ ഞാൻ പറഞ്ഞു തന്നെ, യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കുള്ളിൽ ഒരു ബുക്കല്ല, ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇതിനെക്കുറിച്ച്. ആൻഡ് ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദാറ്റ്. നമുക്ക് സാധാരണ ഒരു ഇന്ത്യയെക്കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ബുക്കോ എല്ലാം കാണുമായിരിക്കും എന്ന് പറഞ്ഞ് ചെന്ന് പോയപ്പോൾ ഇറ്റ്സ് മോർ ദാൻ 100 books were there about ഗുജറാത്ത് ആൻഡ് ദ സസ്റ്റൈനബിൾ എനർജി പ്രോജക്റ്റ്. അപ്പം അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം നമ്മൾ അറിയാതെ പോയത്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു. അതിന് ശേഷമാണ് ഈ ഗോദ്ര സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ഞാൻ എടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ഫേക്കാണെന്നും അത് മറ്റ് പാർട്ടീസ് ഇദ്ദേഹം ചീഫ് മിനിസ്റ്ററായി തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് എന്നുള്ളതും അതിൻ്റെ കുറേ തെളിവുകളും എല്ലാം കാര്യങ്ങളും സ്റ്റഡി ചെയ്യാനും കോർട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. അപ്പോൾ ഇതൊന്നും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. റീസൺ ഇല്ലാതെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞപ്പോൾ നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഞാനിത് നിങ്ങളാരും തിരുത്താൻ വേണ്ടിയിട്ടില്ല. നോളജ്, വെൻ യു ഗെറ്റ് എ നോളജ് യു ഷുഡ് ചേഞ്ച്. അപ്പം ഞാൻ അന്ന് മാറി.
മിസ്റ്റർ മോദിയെക്കുറിച്ചുള്ള, നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണ മാറുകയും അദ്ദേഹം തന്നെയാണ് ഇനി അടുത്ത പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. കാരണം ദാറ്റ് മച്ച് വർക്ക് ദേ വേ ഡൂയിങ്. ചെറിയ ലെവലിലാണ് മുതൽ അവർ ചെയ്തു തുടങ്ങുകയും അടുത്ത രാജ്യം അവർ BJP തന്നെ ഏറ്റെടുക്കും എന്നുള്ള ഒരു ഇത് ത്രൂ മൈ റിസർച്ച് ഐ അണ്ടർസ്റ്റുഡ്. അപ്പോൾ അങ്ങനെ അന്ന് 2012 എനിക്കത് പറയാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർ തന്നെ വന്നു, പ്രധാനമന്ത്രിയാവുകയും നമ്മുടെ രാജ്യത്തിന് കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്തു. അപ്പം നമ്മൾ ചിലപ്പോൾ കേരളത്തിലിരുന്നാൽ നമ്മളതറിയില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ, ഞാനിപ്പോൾ അബുദാബിയിൽ ഇരിക്കുന്നു, ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഒരു ഇന്ത്യൻ എന്നുള്ള വാല്യൂ കിട്ടിയത് തന്നെ അദ്ദേഹം ഇവിടെ വന്നു പോവുകയും ഇവിടുത്തെ രാജാവിൽ നിന്നും ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് നേടുകയും അവർ തമ്മിലൊന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി ദേ വാല്യൂ ഇന്ത്യൻസ്. അതിൻ്റെ പ്രധാനമായിട്ടും കാരണക്കാരൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ചോദ്യം ഉൾപ്പെടുത്തിയും നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കുറച്ച് പേരെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാര്യം നമ്മൾ ഒരാളെ മോശമായി ചിന്തിച്ച് നമ്മുടെ മനസ്സ് മലിനമാക്കാതെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതേക്കുറിച്ച് നല്ലത് ചിന്തിക്കാം, അദ്ദേഹത്തിന് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാം, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.